My dear wifey. Happy birthday to you. വിറ്റാമിൻ കുടിക്കേണ്ട കുറച്ച് തിന്നോ കുറച്ച് വിറ്റാമിൻ കയ്യടി. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വ്ളോഗിനൊരു പ്രത്യേകതയുണ്ട്. എൻ്റെ ബർത്ത്ഡേ ആണല്ലോ. ദുരന്തം. അത് നിങ്ങളുടെ ബർത്ത്ഡേ, എൻ്റെ ബർത്ത്ഡേ ദുരന്തമല്ല. ഓക്കെ അല്ല. അപ്പോൾ നാട്ടിൽ ഓൾറെഡി എൻ്റെ ബർത്ത്ഡേ ആയി കഴിഞ്ഞു. 10:30 കഴിഞ്ഞു. ഇവിടെ 10:45 ആയി. ഇവിടുത്തെ 12 മണിയാകുമ്പോഴേ ഇവിടുത്തെ എൻ്റെ ബർത്ത്ഡേ ആവുള്ളൂ. ഓക്കെ. നാട്ടിൽ ഓൾറെഡി എൻ്റെ ബർത്ത്ഡേ ആയി. അപ്പം അതിൻ്റെ ഭാഗമായി നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. ബിരിയാണി അല്ല, നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരാൾ നല്ല തട്ടി വിടുന്നുണ്ട്, ഒന്നും ശ്രദ്ധിക്കാതെ. ഓക്കെ, ഞാൻ ഫുഡ് കഴിക്കട്ടെ. നാട്ടിൽ നിന്ന് ഓൾറെഡി വിഷസൊക്കെ ഇങ്ങനെ വരലായി. എത്ര എന്താ പറയുക, എത്ര ബർത്ത്ഡേ ആകുമ്പോൾ ഒരു പ്രത്യേക എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. എനിക്ക് എല്ലാ ബർത്ത്ഡേക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. എന്താണെന്ന് അറിയില്ല ഗൈസ്. നിങ്ങൾക്ക് എല്ലാ ദിവസവും ഒരേപോലെ. പക്ഷെ നിങ്ങളെ ബർത്ത്ഡേ എന്ന് ഞാൻ പറയുമ്പോഴാണ് നിങ്ങൾ അറിയത് അതിനല്ലേ. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. ഭയങ്കര കമൻ്റാണ് ഇവിടെ. ഓക്കെ, അപ്പം ഞാൻ ബർത്ത്ഡേ പ്രമാണിച്ച് ഡ്രസ്സ് എടുത്തു. അത് ചെറുപ്പം മുതലേ ആചരിച്ചു വരുന്ന ഒരു സമ്പ്രദായമാണ് ഡ്രസ്സൊക്കെ എടുക്കുക എന്ന് പറയുന്നത്. ഒരു സന്തോഷം. അപ്പോൾ ഞാൻ എന്തായാലും ഫുഡ് കഴിക്കട്ടെ. ആർക്ക് സന്തോഷം? എനിക്ക് സന്തോഷം. എൻ്റെ ബർത്ത്ഡേക്ക് എനിക്കാണ് സന്തോഷം. ഇത് ഏടാവുന്നില്ല. ഏടാവുന്നില്ല. ഫുഡ് കഴിക്കും, എന്നിട്ട് ആഡാക്കാം. ഇങ്ങനെ നമ്മൾ നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കി. ഇത്തോടെ പ്ലേറ്റ് കഴിയാനായി. ഞാൻ കഴിക്കട്ടെ ഗൈസ്. My dear wifey. കേക്ക് കുറിക്കാലേ. കുറ്റം പറയാൻ പാടില്ല. ഇതാരണ്ടിങ്ങനെ പേക്കേക്ക് നിന്റെ ബർത്ത്ഡേ കോളായി. ഹാപ്പി ബർത്ത്ഡേ ഗായ്സ്. അങ്ങനെ എൻ്റെ ബർത്ത്ഡേ 12/2 നവംബർ 20, 2024. 12/2 ഗൈസ്. അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ടു മീ. അങ്ങനെ 25ാം വയസ്സിലേക്ക് കടന്നിരിക്കുന്നു ജിത്തോട്ട. ഞാൻ ജിത്തോട്ടയുടെ കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളപ്പം മുറിച്ചിട്ട് വരാം. ആരെ പറഞ്ഞാണ്? എൻ്റെ ബർത്ത്ഡേ ഞാൻ കേക്ക് കൊടുക്കും. ഗൈസ്, കേക്ക് ചോക്ലേറ്റ് ഹാപ്പി ബർത്ത്ഡേ മറ്റേ ഇത് പറയണ്ടേ? ചോക്ലേറ്റ് കേക്ക്. ഇങ്ങനെ മുറിക്കുന്നേ.
അവള് പറഞ്ഞല്ലോ നിങ്ങൾക്ക് അറിയാലോ ചോക്ലേറ്റ് ഇഷ്ടം. ഗ്രീൻ കളറാ. ഗ്രീൻ കളർ നിങ്ങളുടെ ബർത്ത്ഡേക്ക് അതല്ല മണ്ട. ഞാൻ നിങ്ങളെ ബർത്ത്ഡേ ഗെയിം കഴിക്കാനിട്ടു. ഞാൻ നിങ്ങളെ പറഞ്ഞാലെങ്കിൽ സർപ്രൈസ് ഗിഫ്റ്റ് ഒന്നും എന്റെ പറഞ്ഞാലെന്ത് സർപ്രൈസ് നാടകം. ഇത് സർപ്രൈസും കാര്യങ്ങളൊന്നും അല്ല. ഇത് പ്ലാൻഡ് ആയ ഒരു ഗിഫ്റ്റാണ്. ബർത്ത്ഡേ ഗിഫ്റ്റാണ്. സംഭവം കഴിഞ്ഞ മാസം വാങ്ങിച്ചു തന്നു എനിക്കാള്. പക്ഷെ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ. ബർത്ത്ഡേക്ക് തന്നെ ഗിഫ്റ്റായിട്ട് തന്നെ ഇട്ടുതരാന്ന് വിചാരിച്ചു. താങ്ക് യു സോ മച്ച്. ആയിരുന്നു എൻ്റെ ബർത്ത്ഡേയുടെ കേക്ക് കട്ടിങ്. കിടന്നുറങ്ങും. നാളെ രാവിലെ എണീച്ച് ഓഫീസിൽ പോകും. പക്ഷെ ഞാൻ പുതിയ കുപ്പായിട്ടേ പോകുള്ളൂ നാളെ. ഞാൻ പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നാളെ രാവിലെ കാണാം. ബൈ, ഗുഡ് നൈറ്റ്. രാവിലെ ആവാൻ ഇനി ഒരുപാട് സമയമുണ്ടല്ലോ. അതിൻ്റെ ഇടയിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ റിങ് നമ്മൾ രണ്ടുപേരും പോയിട്ട് എടുത്തതാണ് എന്നുള്ളത്. അപ്പം അതെടുക്കാൻ പോകുന്ന ഒരു ചെറിയൊരു വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നക്ഷത്രയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പോയിട്ടൊരു റിങ് ചിത്തോട്ടൻ തന്നെ എനിക്ക് വാങ്ങിച്ചു തന്നു. ഇത് വലിയ സർപ്രൈസും കാര്യങ്ങളൊന്നും അല്ല. എൻ്റെ സൈസ് വേണമല്ലോ. അപ്പോൾ അങ്ങനെ റിങ്ങൊക്കെ വാങ്ങിച്ചു. പിന്നീട് നമ്മൾ പോയത് ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഡ്രസ്സ് എടുക്കാൻ പോയത് സിറ്റി സെൻറ്ററിലാണ്. അവസാനം ഞാൻ ഡ്രസ്സ് എടുത്തത് ലുലുന്നാണ് ഗൈസ്. സിറ്റി സെൻറ്ററിൽ ഒക്കെ ഉള്ളത് വിൻ്റർ വെയേഴ്സാണ്. ഈ നവംബറിൽ പിറന്നാൾ ആയതുകൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയത് ഇതാണ്. പോകുന്നത് ഈ ഒരു ടൈമിൽ പോയി കഴിഞ്ഞാൽ മാളിലൊക്കെ വിൻ്റർ വെയേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ഒറ്റ ഒരു സമ്മർ വെയേഴ്സോ ഡ്രസ്സസോ ഒന്നുമില്ല. അവസാനം അവിടെ നിന്ന് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി പിന്നെ അവസാനം കുറച്ച് ട്രയലൊക്കെ ചെയ്ത് അങ്ങനെ ഒരു ഡ്രസ്സ് എടുത്തു. ഫൈനലി ഞാൻ ലുലുന്ന് ഈ ഒരു ഡ്രസ്സാണ് കൺഫേം ചെയ്തത്. അങ്ങനെ ഇതെൻ്റെ പിറന്നാൾ ദിവസമാണ് ഗായ്സ്. അങ്ങനെ രാവിലെ തന്നെ ഓഫീസിലേക്കാണ്. പണ്ടൊക്കെ പുതിയ ഉടുപ്പൊക്കെ ഇട്ട് സ്കൂളിലേക്ക് പോകുന്ന അതൊരു എക്സൈറ്റ്മെൻറ്റാണ് എനിക്കിപ്പോഴും. ഡ്രസ്സൊക്കെ ഇട്ട് ഓഫീസിലേക്ക് പോയി കഴിഞ്ഞാൽ ഓഫീസിലെത്തിക്കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സർപ്രൈസ് എനിക്ക് കിട്ടി. സാർ എനിക്ക് കേക്കൊക്കെ വാങ്ങിച്ചു തന്നു കേട്ടോ. ദേവികയുടെ ബർത്ത്ഡേ ആണ്. അങ്ങനെ ഈ ബർത്ത്ഡേയും ഗംഭീരമായിട്ട് പോയി. എനിക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങൾ മതി. ഞാൻ നല്ലോണം ഹാപ്പി ആവാൻ വേണ്ടിയിട്ട് വലിയ വലിയ സർപ്രൈസും കാര്യങ്ങളൊന്നും വേണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷമായി സത്യം പറഞ്ഞാൽ. ഇതാണ് എൻ്റെ ബർത്ത്ഡേ ഔട്ട്ഫിറ്റ്. പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. കാരണം ഇന്നലെ പെട്ടെന്ന് പോയി ലുലുവിൻ്റെ അടുത്ത് വന്ന ഒരു സെറ്റാണിത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലഞ്ച് ബ്രേക്കിന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാണ്. ജസ്റ്റ് ഒന്ന് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ,
ഓഫീസും കഴിഞ്ഞ് ഞാനും ഫിറോസും കൂടി പോയത് നമ്മളെ സ്ഥിരം സ്പോട്ടിലേക്കാണ്. ബർത്ത്ഡേ ആയാലും എന്താഘോഷം വന്നു കഴിഞ്ഞാലും ട്രീറ്റ് കൊടുക്കുക എന്നുള്ളൊരു പതിവ് എല്ലായിടത്തും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഷവർമയൊക്കെ കഴിക്കാനാണ് വന്നിട്ടുള്ളത്. അങ്ങനെ എൻ്റെ 25th ബർത്ത്ഡേയും ഭയങ്കര സന്തോഷത്തോടെ തന്നെ കഴിഞ്ഞു. അങ്ങനെ ഞാൻ 25ാം വയസ്സിലേക്ക് കടന്നിരിക്കുകയാണ്. പെട്ടെന്നൊരു 23 മുതൽ 25 വരെ പെട്ടെന്നായതുപോലെയാണ് നമുക്ക് ഫീൽ ചെയ്തത്. കാരണം 23ാമത്തെ വയസ്സിലാണ് ഞാൻ യുഎയിലേക്ക് വന്നത്. ഇവിടെ വന്നപ്പോൾ ആ ഒരു 2 വർഷം പോയതറിഞ്ഞില്ല സത്യം പറഞ്ഞാൽ. എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കുഞ്ഞു കുഞ്ഞ് സർപ്രൈസൊക്കെ എല്ലാവരും തന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയായി. എനിക്ക് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മതി, വലിയ വലിയ കാര്യങ്ങൾ വേണമെന്നില്ല ഹാപ്പി ആവാൻ. ഓക്കെ, ഇതൊക്കെയാണ്. ഞാൻ കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല ഗായ്സ്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ബർത്ത്ഡേ വ്ളോഗ് എന്ന് പറഞ്ഞത്. ഞാൻ കൂടുതലായിട്ട് നീട്ടുന്നില്ല. ഇതൊന്നും ഒരു മെമ്മറീസിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ വീഡിയോസൊക്കെ ചെയ്ത് ഞാൻ ഇടാമെന്ന് വെച്ചത്. അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടിൽ ദെൻ ബൈ.